രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ അഷ്ടപതി ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 24-ാമത്തെ അധ്യായമാണ്. 3ഉം 4ഉം ശ്ലോകമാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. 133-ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടും. സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും. എല്ലാ ചൊവ്വാഴ്ചയുമാണ് പ്രശസ്തമായ രാധയുടെ പ്രണയം. രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിക്കുന്നു. ഉടൻ ആരംഭിക്കുന്നു ബുധനാഴ്ച ഭജഗോവിന്ദത്തിൻ്റെ ക്ലാസ്, വ്യാഴം അഷ്ടപതി, വെള്ളി സൗന്ദര്യ ലഹരിയുടെ ക്ലാസ്സാണ്. ഇനി ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങളത് കേൾക്കുക. നേരിട്ട് വന്ന് പഠിക്കണമെന്നുള്ളവർക്ക് ഞാൻ കൊല്ലത്താണ്, നിങ്ങൾക്ക് നേരിട്ട് വന്ന് പഠിക്കാം. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും റീഫണ്ട് എന്നാണ്. അതേ കണക്ക് തന്നെ ദൂരെ നിന്ന് വരുന്നവർക്ക് ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏപ്രിൽ 6-ാം തീയതി, അതായത് ഈ വരുന്ന തിങ്കളാഴ്ച പുതിയ ബാച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതേ കണക്ക് ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കേൾക്കുക. ജ്യോതിഷപരമായി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. 9645333999. നിങ്ങൾ വിളിച്ചാൽ മതി, തികച്ചും സൗജന്യമാണ്. അതേ കണക്ക് പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടാവക്ര ഗീതയുണ്ട് കേൾക്കണം, ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട് കേൾക്കണം. അതുപോലെ നിങ്ങൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളുണ്ട്. ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥയുണ്ട്. രാധിക കവചം 2 ഉണ്ട്, 2ഉം ഞാൻ പഠിപ്പിച്ചിട്ടുമുണ്ട്. കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. രാധാ സഹസ്രനാമമുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കേൾക്കുക. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ബർസാനെ വാരി രാധാറാണിക്ക് ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരിത്തരുന്ന എൻ്റെ പൊന്ന് രാധാറാണിയമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാറാണിയമ്മക്ക് ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണിയമ്മക്ക്
ജയ്. അപ്പൊ ഇന്ന് നമ്മൾ അഷ്ടപതി പാടിത്തരുന്നത് ഇതിനു മുമ്പ് നമുക്ക് പാടിയിട്ടുള്ള രമ്യയാണ്. രമ്യ, രാധേ രാധേ ചാനലിന്റെ അവിഭാജ്യ ഘടകമായ രമ്യ. അതായത് നമുക്ക് ആരൊക്കെയാണോ ഇത് പാടി തന്നിട്ടുള്ളത്, ഇതുവരെ പാടിയിട്ടുള്ളത്, അവരെ കൊണ്ട് ഞാൻ ഓരോരുത്തർക്ക് ഓരോ ശ്ലോകം കൊടുത്ത് അവസാനത്തെ അധ്യായം ഞാൻ പാടിക്കുകയാണ്. അപ്പൊ എനിക്ക് ഓർമ്മ വന്ന പേരുകളാണ് ഞാൻ വിളിക്കുന്നത്. ചിലരുടെതൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവരെന്നെ ഓർമ്മിപ്പിച്ചാൽ മതി. അപ്പൊ ഇന്നത്തത് പാടിത്തരുന്നത് ആരാണ്? ഇതിനു മുമ്പ് അഷ്ടപതി പാടി നിങ്ങളുടെ മനം കവർന്നിട്ടുള്ള രമ്യ. അതിമനോഹരമായി രമ്യ പാടുകയാണ്, കേട്ടുകൊള്ളൂ. അപ്പോൾ നമ്മുടെ രമ്യ പാടിയത് കേട്ടല്ലോ. ഇനി കേട്ടെ. നയന കുരങ്ക തരംഗ വിലാസ നിരാസകരേ ശ്രുതി മണ്ഡലേ മനസിജ പാശ നികാശതയാ സുഭഗേ വിനിവേശയ കുണ്ഠലേ നിജഗാത സായതു നന്ദനേ ക്രീഡതി ഹൃദയാനന്ദനെ. അർത്ഥം നോക്കേ. നയന അർത്ഥം എഴുത് കണ്ണ്. നയന കണ്ണ്. കുരങ്ക, കുരങ്ക മാൻ. തരംഗ, തരംഗ ചാടിപ്പോവുക അല്ലെങ്കിൽ കുതിക്കുക. വിലാസ അർത്ഥം വർദ്ധിക്കുന്ന. നിരാസ, നിരാസ എന്ന് പറഞ്ഞാൽ തടയുക അല്ലെങ്കിൽ നിഷേധിക്കുക എന്നാണ് അർത്ഥം. നിരാസ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? തടയുക അല്ലെങ്കിൽ നിഷേധിക്കുക എന്നാണ് അർത്ഥം. ശ്രുതി മണ്ഡലേ, ശ്രുതി മണ്ഡലേ കാതുകൾ, കാതുകൾ. മനസിജ പാശ അർത്ഥം കാമദേവന്റെ. നികാശതയ അർത്ഥം തുല്യത. സുഭഗേ അർത്ഥം മംഗളകരം. വിനിവേശയ അർത്ഥം ചേർത്താലും. നിജഗാഥ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു കാര്യവും കൂടെ പറയട്ടെ. അധികം താമസിയാതെ തന്നെ എനിക്ക് രാധാറാണി ദർശനം കിട്ടിയതിനെ കുറിച്ച് ഞാൻ വീഡിയോ ഇടുന്നതാണ്. അതേ കണക്ക് തന്നെ രാധാ സഹസ്രനാമം, നിങ്ങൾ പലരുടെയും രാധാ സഹസ്രനാമങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് രാധാറാണിയുടെ കഥകൾ ഉൾപ്പെടെ കോർത്തിണക്കിക്കൊണ്ടുള്ള രാധാ സഹസ്രനാമം അധികം താമസിയാതെ രാധേ രാധേ ചാനലിലെ പ്രേക്ഷകർക്ക് കിട്ടുന്നതാണ്. അതോടൊപ്പം കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായ എന്ന വീഡിയോ ഉണ്ട്, നിശ്ചയമായും നിങ്ങൾ കണ്ടിരിക്കണേ. അല്ലെങ്കിൽ അതൊരു നഷ്ടമാണ്. രാധാഭക്തരത് കാണണം. നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ എൻ്റെ 96453339 ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേട്ടെ, ഇതിനകത്ത് എന്താ പറയുന്നത്? കണ്ണുകളാകുന്ന മാനുകളുടെ ദീർഘസഞ്ചാരം തടയുന്നതും കാമദേവന്റെ കയറുപോലെയുള്ളതും യുവാക്കന്മാരെ മോഹിപ്പിക്കുന്നതുമായ കാതുകളിൽ കുണ്ഡലങ്ങളെ, അതായത് കമ്മലിനെ അണിയിച്ചാലും. രാധാറാണി പറയുക, അയ്യോ കൃഷ്ണ, കണ്ണുകളാകുന്ന മാനുകളുടെ ദീർഘസഞ്ചാരം തടയുന്നതിനും എൻ്റെ കണ്ണുകൾ ഇങ്ങനെ മാനിനെ പോലെ സഞ്ചരിക്കുകയാണ്, അതിൻ്റെ സഞ്ചാരം തടയുന്നതിന് വേണ്ടി കാമദേവന്റെ കയറുപോലെയുള്ളതും യുവാക്കന്മാരെ മോഹിപ്പിക്കുന്നതുമായ കാതുകളിൽ. അപ്പൊ രാധാറാണിയുടെ കണ്ണുകൾ മാൻപേടകളെ പോലെ നീണ്ടതാണെന്നും രാധാറാണിയുടെ കാതുകൾ ഏത് യുവാവിനെയും മോഹിപ്പിക്കുന്നതാണ്. കാരണം അത് കാമദേവന്റെ കയ്യിലിരിക്കുന്ന മോഹനമായ കയറിന് തുല്യമാണ്, അതിനേക്കാൾ വലുതാണെന്നാ പറയുന്നത്.
അങ്ങനെയുള്ള കാതുകളിലാണ് കുണ്ഡലമണിയിക്കേണ്ടത്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? രാധാറാണിയുടെ കണ്ണുകൾ മാൻപേടയുടെ കണ്ണുകൾ പോലെ ആകർഷകം. പിന്നെ രാധാറാണിയുടെ കാതുകളാകട്ടെ അത് ശരിക്കും കാമദേവന്റെ കയ്യിലെ കയറാ. കാമദേവൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? മോഹിപ്പിക്കുന്നതിൻ്റെ ആശാനാണ്. അപ്പം രാധാറാണിയുടെ കാതുകൾ എന്ന് പറഞ്ഞാൽ കാമദേവന്റെ കയ്യിലിരിക്കുന്ന കയറുപോലെ ഏത് യുവാവിൻ്റെയും ഹൃദയത്തെ കീഴ്മേൽ മറിക്കുന്ന ഒന്നാണ്. അങ്ങനെയുള്ള എൻ്റെ കാതുകളിൽ എൻ്റെ കണ്ണ, എൻ്റെ കൃഷ്ണ, എൻ്റെ പ്രാണനെ നീ കമ്മലുകൾ അണിയിച്ചാലും. അതായത് രാധാജി, ഞാൻ വിശദമാക്കി തരാം. രാധാജി പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട പീതാംബരധാരി, എനിക്കായി ജീവിതം സമർപ്പിച്ചവനെ, പ്രണയത്തിൻ്റെ പ്രതീകമായ ഈ ആഭരണങ്ങൾ കൊണ്ട് അലങ്കരിക്കൂ കൃഷ്ണ, അലങ്കരിക്കൂ കൃഷ്ണ. എൻ്റെ പ്രിയനെ, എൻ്റെ പ്രാണപ്രിയനെ, എൻ്റെ കണ്ണ, എൻ്റെ കൻഹ, എൻ്റെ മധുസൂദന, എൻ്റെ പീതാംബരധാരി, പ്രണയത്തിൻ്റെ പ്രതീകമാണ് എൻ്റെ കാതുകൾ. ആ കാതുകളിൽ നീ പ്രണയത്തിൻ്റെ തന്നെ പ്രതീകമായ ആഭരണങ്ങൾ കൊണ്ട് എന്നെ അണിയിക്കൂ. നോക്കൂ കൃഷ്ണ, നിന്നെ ഞാൻ പലപ്പോഴും കടക്കണ്ണുകൊണ്ട് നോക്കാറുണ്ട്. എൻ്റെ കടക്കണ്ണിങ്ങനെ മാൻപേടയെ പോലെ നീണ്ടതാണ്. അപ്പോൾ എൻ്റെ കണ്ണുകൾ ഇങ്ങനെ ചലിച്ച് 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 ചെവിയുടെ അടുക്കലേക്ക് വരും. അതിനപ്പുറത്തേക്ക് പോകാതെ തടഞ്ഞു നിർത്തുന്നത് കൃഷ്ണ ഈ കാതുകളാണ്. ഈ കാതുകളില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ ഈ മാൻപേട പോലുള്ള കണ്ണുകൾ കാതുകൾക്കപ്പുറത്തേക്ക് വന്ന് നിന്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയനായിരുന്നു കൃഷ്ണ. നോക്കൂ, എനിക്ക് ഈ കാതുകൾ തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? എൻ്റെ കടക്കൺ നോട്ടം നിന്റെ ഹൃദയത്തെ കുത്തിത്തുളയ്ക്കാതെ തടഞ്ഞു നിർത്തുന്നതിനും ഏത് യുവാവിനെയും മോഹിപ്പിക്കുന്നതിനും വേണ്ടിയാണ്. അങ്ങനെയുള്ള ഇതിലേക്ക് എൻ്റെ കൃഷ്ണ, എൻ്റെ കണ്ണ, എൻ്റെ പ്രാണനാഥ, നീ കമ്മലുകൾ അണിയിച്ചാലും. അപ്പൊ രാധാറാണിയുടെ കണ്ണുകൾ വളരെ നീണ്ടതാണെന്നും ചെവി വരെ എത്തുന്നതാണെന്നും കവി പറയുന്നു. അതായത് ഒരു പെണ്ണിൻ്റെ സൗന്ദര്യത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം അവളുടെ നീണ്ട കണ്ണുകളാണ്. അപ്പോൾ ഏത് പെണ്ണിൻ്റെയും സൗന്ദര്യത്തെ നമ്മൾ മാൻപേടയുടെ കണ്ണുകളോടാണ്. മാൻപേടയുടെ കണ്ണ് നീണ്ടതാണ്, മാൻപേടയുടെ കണ്ണ് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും. അതുപോലെ രാധാറാണിയുടെ കണ്ണുകളും എപ്പോഴും ചലിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് ഈ ഉപമയുടെ പ്രത്യേകത. അപ്പൊ കൃഷ്ണ, എൻ്റെ കണ്ണുകൾ കടക്കണ്ണുകൊണ്ട് ഞാൻ എപ്പോഴും നിന്നെ നോക്കുമ്പോൾ ഈ ചെവി ചാടിക്കടന്ന് നിന്റെ ആത്മാവിനെ തുളച്ചേനെ. അത് തടഞ്ഞു നിർത്തുന്നത് ഈ കാതുകളാ. അപ്പൊ കൃഷ്ണ, ശരിക്കും നിന്റെ ഹൃദയം തുളച്ചു കയറുന്നത് തടഞ്ഞു നിർത്തുന്നത് ഈ കാതല്ലേ? അപ്പൊ ആ കാതിനെ നീ സ്നേഹിക്കണ്ടേ കൃഷ്ണ? ആ കാതിനെ നീ ഇഷ്ടപ്പെടണ്ടേ കൃഷ്ണ? ഈ കാതില്ലെങ്കിൽ എൻ്റെ കടക്കൺ നോട്ടം കൊണ്ട് നീ മോഹാലസ്യപ്പെട്ടു പോയേനായിരുന്നു. അങ്ങനെയുള്ള കാതുകളാ. ആ കാതുകളിൽ കമ്മലണിയിക്കൂ കൃഷ്ണ, കമ്മലണിയിക്കൂ കൃഷ്ണ, എൻ്റെ പൊന്നു കൃഷ്ണ, കമ്മലണിയിക്കൂ കണ്ണ. അപ്പോൾ അടുത്ത ഗാനം നമുക്ക് പാടിത്തരുന്നത് ആരാണെന്നറിയാമോ? മഞ്ജു, നമ്മുടെ പ്രിയങ്കരിയായ മഞ്ജു. അതെ, നമ്മുടെ പഴയ താരങ്ങൾ വീണ്ടും വീണ്ടും വരികയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മഞ്ജുവിനെ? അഷ്ടപതി നമുക്ക് അതിമനോഹരമായി അവതരിപ്പിച്ചു തന്ന് നിങ്ങളുടെ ഹൃദയം കീഴടക്കിയ മഞ്ജുവിനെ ഓർമ്മയുണ്ടോ? അതോ നിങ്ങൾ മറന്നുപോയോ? ദേ കേട്ടു നോക്കേ, നമ്മുടെ ആ പഴയ മഞ്ജു വീണ്ടും വരികയാണ്. രാധേ രാധേ ചാനലിൻ്റെ പ്രിയങ്കരിയായ മഞ്ജു ഇതാ വീണ്ടും വരുന്നു. കേട്ടുള്ളൂ, അതിനുശേഷം ഞാൻ പഠിപ്പിക്കാം. ഭ്രമരചയം രചയന്തമുപരി രുചിരം സുചിരം മമ സമ്മുഖേ. ഭ്രമരചയം രചയന്തമുപരി രുചിരം സുചിരം മമ സമ്മുഖേ. ജിതകമലേ വിമലേ പരികർമ്മയ
നർമ്മജനകമളകം മുഖേ നിജഗാധസ യദുനന്ദനേ. അപ്പോൾ നമ്മുടെ മഞ്ജു അത് പാടിത്തന്നത് നിങ്ങൾ കേട്ടല്ലോ. ഇനി നിങ്ങൾ നോക്കേ, ഭ്രമരചയം രജയന്തമുപരി രുചിരം സുചിരം മമ സമ്മുഖേ ജിതകമലേ വിമലേ പരികർമ്മയ നർമ്മജനക മകളം മുഖേ നിജഗതസാനന്ദനേ ക്രീഡതി ഹൃദയാനന്ദനേ. അപ്പോൾ ഒന്ന് അർത്ഥങ്ങൾ എഴുതിക്കൊള്ളൂ. ഭ്രമരം തേനീച്ച, ഭ്രമരം തേനീച്ച, ഭ്രമരചയം തേനീച്ചകളുടെ നിര. തേനീച്ച എന്ന് പറഞ്ഞാൽ ഇവിടെ വണ്ടുകളാണ് ഉദ്ദേശിക്കുന്നത്. രജയന്തം സൃഷ്ടിക്കുന്നു, ഉപരി മുകളിൽ, രുചിര മനോഹരം, സുചിരം കുറേ നേരം, മമ എൻ്റെ, സമ്മുഖേ മുഖത്തിന് നേരെ വന്നത്, ജിതകമലേ താമര, വിമലം ശുദ്ധം, പരികർമ്മയ അർത്ഥം അലങ്കാരം, നർമ്മജനകം ത്രസിപ്പിക്കുന്ന, അളകം അളകം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? മുടി. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ശുദ്ധവും താമരപ്പൂവിനെ വെല്ലുന്നതുമായ എൻ്റെ മുഖത്തിന്, ശുദ്ധവും താമരപ്പൂവിനെ വെല്ലുന്നതുമായ എൻ്റെ മുഖത്തിന് നേരെ മേൽഭാഗത്ത് വണ്ടിൻ കൂട്ടത്തിൻ്റെ ശോഭയെ വെല്ലുന്ന കുറുനിരകളെ വണ്ടിൻ്റെ വടിവിൽ മനോഹരമായി അലങ്കരിച്ചാലും. അപ്പോൾ രാധാറാണിയുടെ മുഖം ശുദ്ധമായ താമരപ്പൂവിനെ വെല്ലുന്നതാണ്. ആ മുഖത്തിന് മുകളിലായിട്ട് കറുത്ത് ചുരുണ്ട് കിടക്കുന്ന അതിമനോഹരമായ തലമുടികളാണ്. ആ തലമുടികളെ വണ്ടുകളിങ്ങനെ ചേർന്ന് നിൽക്കുന്നത് പോലെ എൻ്റെ കൃഷ്ണ നീ എൻ്റെ മുടികളെ അലങ്കരിച്ചാലും. അപ്പോൾ ഒരു രതിലീല കഴിഞ്ഞതിന് ശേഷം തൻ്റെ ഓരോ വസ്ത്രങ്ങളും ഓരോ ആഭരണങ്ങളും കൃഷ്ണനെ കൊണ്ട് അണിയിപ്പിക്കുകയാണ് രാധാറാണി. അപ്പൊ നേരത്തെ കാതുകളിൽ കമ്മൽ അണിയിച്ചു. ഇനി പറയുകയാണ് രാധാറാണി പറയുക, അല്ലയോ യദുനന്ദന, അല്പം പോലും കളങ്കമില്ലാത്തതും ആരെയും ആകർഷിക്കുന്നതും താമരപ്പൂവിനെ വെല്ലുന്ന കാന്തിയുള്ളതുമായ എൻ്റെ ഈ മുഖം നീ കണ്ടില്ലേ കണ്ണാ? അതാണ് രാധാറാണി പറയുന്നത്. കണ്ണാ, യദുനന്ദന, കളങ്കമില്ലാത്തതും ആരെയും ആകർഷിക്കുന്നതും താമരപ്പൂവിനെ വെല്ലുന്ന കാന്തിയുള്ളതുമായ എൻ്റെ മുഖത്ത് വീണ് കിടക്കുന്ന കുറുനിരകളെ, മുടികളെ നീ കണ്ടില്ലേ? ആ മുടികളെ നീ എന്ത് ചെയ്യണം? ഇങ്ങനെ പിന്നിടണമെന്ന്. കണ്ടു കഴിഞ്ഞാൽ കുറേ വണ്ടുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത് പോലെ തോന്നണം. അങ്ങനെ അണിയിച്ചൊരുക്കണം. അപ്പോൾ ചുമന്നു തുടുത്ത മുഖത്തിന് മുകളിൽ കറുത്ത് വണ്ടുകളെ പോലെയുള്ള തലമുടി, ചുരുണ്ട തലമുടി, ആ തലമുടിയെ ഇങ്ങനെ പിന്നിയിടണം. ആ മുടി പിന്നിയിട്ടിരിക്കുന്നത് കണ്ടാൽ ഒരു വണ്ടിൻ്റെ പുറകിന് മറ്റൊരു വണ്ട്, അതിൻ്റെ പുറകിന് മറ്റൊരു വണ്ട്, അങ്ങനെ വരും. അപ്പം നോക്കൂ, എൻ്റെ മുടി നീ അലങ്കരിച്ചേ പറ്റൂ കണ്ണാ. അതിന് മറ്റൊരു കാരണമുണ്ട്. എൻ്റെ മുടി ഇപ്പം കണ്ട പാറിപ്പറന്ന് കിടക്കുകയാണ്. പാറിപ്പറന്ന് കിടക്കുന്ന ഈ മുടി കണ്ടാൽ എൻ്റെ സഖിമാർക്ക് ഉടനെ അറിയാം, കണ്ണാ നമ്മൾ തമ്മിലുള്ള രതിക്രീഡ കഴിഞ്ഞ് ഞാൻ വരികയാണെന്ന്. അപ്പോഴുണ്ടല്ലോ എൻ്റെ സഖിമാരുണ്ടല്ലോ, ആ കുറുമ്പികളുണ്ടല്ലോ, അവരെന്നെ ഓരോന്ന് പറഞ്ഞ് പരിഹസിക്കും കൃഷ്ണ. അങ്ങനെ എൻ്റെ കൂട്ടുകാരികൾ എന്നെ പരിഹസിക്കുന്നത് നിനക്കിഷ്ടമാണ് കൃഷ്ണ? ഇഷ്ടമല്ലെങ്കിൽ എൻ്റെ കണ്ണനല്ലേ എൻ്റെ മുടികളെ ഇങ്ങനെ പിന്നി ഇട്ട് തരണേ കണ്ണ. എൻ്റെ താമര പോലെയുള്ള മുഖം കണ്ടിട്ട് തേൻ കുടിക്കാൻ, അതായത് ഇവിടെ മറ്റൊരു വലിയ ഉപമയിലേക്ക് പോവുകയാണ്. അതായത് താമരപ്പൂ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടാൽ വണ്ടുകൾ തേൻ കുടിക്കാൻ വരും. അത് തികച്ചും സ്വാഭാവികം. ഒരു പൂ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടാൽ വണ്ട് തേൻ കുടിക്കാൻ വരും. ഇനി നമുക്കെല്ലാം അറിയാം, രാധാറാണിയുടെ കുറുനിര കുറച്ചു മുഖത്തേക്ക് വീണ് കിടക്കുകയാണ്.
അല്ലേ? ഗോലോകത്ത് നിറങ്ങുന്നതിന് മുമ്പ് രാധാറാണി ചോദിച്ചു, കൃഷ്ണ നീ എന്നെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയും? അപ്പൊ കൃഷ്ണൻ രാധാറാണിയുടെ കുറുനിരയിൽ കുറച്ചെടുത്ത് മുഖത്തേക്ക് ഇട്ടിട്ട് പറഞ്ഞു, നോക്കൂ രാധേ, ഈ ഭൂമിയിൽ ഇങ്ങനെ കുറുനിര വരുന്ന ഒരേ ഒരാൾ നീ ആയിരിക്കും. ഈ കറുത്തിരുണ്ട തലമുടി നിന്റെ മുഖത്തേക്ക് വീണ് കിടക്കുന്നത് കാണുമ്പോഴാണ് നീ രാധയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. ഇനിയാണ് ഈ ഉപമയുടെ ഭംഗി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. താമരപ്പൂ, ആ താമരപ്പൂ വിരിഞ്ഞു നിന്നാൽ, ആ താമരപ്പൂ എന്താ? ചുമന്നതാ. അത് വിരിഞ്ഞു നിന്നാൽ അതിനകത്തേക്ക് വണ്ട് തേൻ കുടിക്കാൻ വരും. ആ വണ്ട് ആരാണ്? കറുപ്പ് കളറാണ്. ഇവിടെ രാധാറാണിയുടെ മുഖത്ത് ഈ തലമുടി വീണ് കിടക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെയാണ് കവി വർണ്ണിക്കുന്നത്. രാധാറാണിയുടെ ചെന്താമര പൂ പോലെയുള്ള മുഖം കണ്ടിട്ട് രാധാറാണിയുടെ തലമുടിയാകുന്ന വണ്ടുകള് ഇത് യഥാർത്ഥ പൂ വിരിഞ്ഞു നിൽക്കുകയാണെന്ന് കരുതി ഈ മുഖത്ത് നിന്ന് തേൻ കുടിക്കുന്നതിന് വേണ്ടി തലമുടിയാകുന്ന വണ്ടുകള് മുഖത്തേക്ക് വീണിരിക്കുകയാണ്. കണ്ടോ? ജയദേവ കവിയുടെ ഉപമ കണ്ടോ? ഒരു സംഭവം, രാധാറാണിയുടെ വെളുത്ത മുഖത്ത് മുടി കിടക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ ഒരു കവിയുടെ ഭാവന അപാരമാണ്. ഇപ്പൊ ജയദേവ കവി പറയുന്നത് പൂ കണ്ടാൽ വണ്ട് വരും. ഇവിടെ രാധാറാണിയുടെ മുഖം ചുമന്ന് തുടുത്തിരിക്കുക. അത് കണ്ടപ്പം തലമുടികളാകുന്ന വണ്ടുകൾ വിചാരിച്ചു ഈ മുഖം ചെന്താമരപ്പൂവാണ്, വാ നമുക്ക് തേൻ കുടിക്കാം, ഇഷ്ടം പോലെ തേനുണ്ട്. ഇനി മറ്റൊരർത്ഥം, കൃഷ്ണ എൻ്റെ മുഖമാകുന്ന ചെന്താമരപ്പൂ, കൃഷ്ണ എൻ്റെ വണ്ട് നീയാണ് കണ്ണ, എൻ്റെ വണ്ട് നീയാണ് കണ്ണ, എൻ്റെ മുഖത്തേക്ക് വരൂ കണ്ണ, എൻ്റെ മുഖത്ത് നിന്ന് തേൻ കുടിക്കൂ കൃഷ്ണ, നീയാണ് എൻ്റെ മുഖത്തെ തേൻ കുടിക്കേണ്ടത്. നോക്കൂ കൃഷ്ണ, എൻ്റെ മുഖം താമരപ്പൂ പോലെ തുടുത്തിരിക്കുന്നു. അത് കണ്ടിട്ട് തലമുടികളാകുന്ന വണ്ടുകൾക്ക് പോലും സഹിക്കുന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിൽ ഒരു മധുവേ ഉള്ളൂ. മധുവിന് വണ്ടെന്നർത്ഥമുണ്ട്. ഒരു മധുവേ ഉള്ളൂ. ആ മധുസൂദനൻ നീയാണ്. എൻ്റെ വണ്ട് നീയാ കണ്ണ, ബാ കണ്ണ, വാ കണ്ണ, എൻ്റെ മുഖമാകുന്ന താമര പൂവിൽ നിന്ന് തേൻ കുടിക്കാൻ വാ കണ്ണ, എൻ്റെ മുഖം മുത്തി മുത്തി ചുവപ്പിക്കാൻ വാ കണ്ണ, എൻ്റെ മുഖം ചുണ്ടുകൾ ഊറുന്നത് പോലെ ഊറി ഊറി എടുക്കാൻ വാ കണ്ണ, ഓടി വാ കണ്ണ, ചുണ്ടുകൾ ഊറുന്ന അതേ മാധുര്യത്തിൽ എൻ്റെ കവിളുകളുടെ ഒരംശം നിന്റെ വായ്ക്കുള്ളിലാക്കി ഊറി ഊറി എടുക്കൂ കണ്ണ. അതിനുശേഷം ഈ മുഖത്തിൻ്റെ ശോഭയുള്ള ചുണ്ടുകൾ, ആ ചുണ്ടുകളിലെ തേൻ ഊറിയെടുക്കൂ കണ്ണ. ഈ രാധ ജനിച്ചത് പോലും നിനക്ക് വേണ്ടിയല്ലേ, ഈ രാധ ജനിച്ചത് പോലും നിനക്ക് വേണ്ടിയല്ലേ, രാധയുടെ കവിളുകൾ നിനക്കുള്ളതല്ലേ, രാധയുടെ അധരങ്ങൾ നിനക്കുള്ളതല്ലേ. കറുത്തിരുണ്ട ഭ്രമരമേ വണ്ടേ മധുസൂദന, നിനക്കായിതാ ചെന്താമരപ്പൂ വിരിഞ്ഞു നിൽക്കുന്നു, വരൂ 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 കണ്ണ, തേൻ കുടിക്കൂ കണ്ണ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രസേശ്വരി രാധികായേ സ്വാഹ.